ഹലോ ഗൈസ്, എത്രയൊക്കെ ഡേ ഓഫ് കിട്ടിയാലും ഫെസ്റ്റീവ് ഡേയ്സിൽ ഡ്യൂട്ടിക്ക് പോകാൻ എനിക്ക് ഇത്തിരി കഷ്ടപ്പാടാട്ടോ. പോരാത്തതിന് ക്രിസ്മസ് കൂടെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇന്നൊരു ഡ്യൂട്ടി ഡേ ആണ്. സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് 11 മണി കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. ആ ഒരു ധൈര്യത്തിലാണ് ഇന്നലെ രാത്രി അലാമൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ കിടന്നത്. ഇന്നിപ്പോൾ ദാ കണ്ണ് തുറന്നപ്പോഴോ മണി 10 കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ മാറിയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 30 to 40 മിനിറ്റ്സ് എനിക്ക് ഡെയിലി ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോയിൻ ചെയ്ത ടൈമിലൊക്കെ എൻ്റെ കൊളീഗ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൂടെ, എന്തിനാ ഇത്ര ദൂരെ താമസിക്കുന്നത്, അല്ലെങ്കിൽ നീ തനിച്ചല്ലേ, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കൺവീനിയൻ്റ് ആവില്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ പ്രൈവസി തന്നെയായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രൈവസി ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ്. ലിമിറ്റിംഗ് അൺനെസസറി ഇൻട്രാക്ഷൻസ്. ഞാനിപ്പോൾ ആ ഒരു ലൈനാട്ടോ. പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെയോ എത്തി. അതൊക്കെ പോട്ടെ. അങ്ങനെ യൂഷ്വൽ വർക്കിംഗ് ഡേയ്സിൽ ഞാൻ ഫുഡ് കൊണ്ടുപോകാറില്ല. പക്ഷേ സൺഡേ ഡ്യൂട്ടി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പോഴോ ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ ദിവസങ്ങളിൽ അധികം റഷ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാമായിട്ട് പീസ്ഫുള്ളി ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമും സ്പേസും ഒക്കെ കിട്ടാറുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് മസാല റൈസും ബോയിൽഡ് എഗ്ഗുമാണ് ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തത്. എനിക്ക് ഈ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാട്ടോ. എൻ്റെ ഇൻറ്റേൺഷിപ്പ് സമയത്ത് എനിക്ക് ഡെയിലി ബ്രെഡും മുട്ടയായിരുന്നു. ഒന്നെങ്കിൽ ബ്രെഡ് പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ബ്രെഡ് മുട്ട. അതിൽ നിന്നൊരു അപ്ഗ്രേഡ് കിട്ടിയത് ഇപ്പോഴാട്ടോ. അപ്ഗ്രേഡ് ഉണ്ട്. അങ്ങനെ കുക്കിങ്ങും പാക്കിങ്ങും റെഡിയാവലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായി. എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ഇറങ്ങാമെന്ന് കരുതിയതാ. എവിടുന്ന്, ഇന്നും ഞാൻ കലോടച്ചു. ഇന്നത്തെ വില്ലൻ ബൈക്കിൻ്റെ കീ ആയിരുന്നു. എന്നും വെക്കുന്ന സ്ഥലത്ത് ആശാനില്ല. ആകെ തപ്പി എങ്ങും കിട്ടിയില്ല. അവസാനം നോക്കിയപ്പോൾ എൻ്റെ സ്വെറ്ററിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.